സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഫായിസ് കൈരളി TV MD ജോൺ ബ്രിട്ടാസുമായി നടത്തിയ അഭിമുഖത്തിന്റെ 2ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഫായിസിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ, ഭരണസ്ഥിരാകേന്ദ്രങ്ങളുമായുള്ള അടുപ്പം, പ്രേക്ഷകരെ മുൻമുള്ളിൽ നിർത്തിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഫായിസ് തന്നെ സ്ഥിരീകരിക്കുന്നു. ആരംഭിക്കുന്നു. ബിസിനസ് വളർച്ചയുടെ രഹസ്യം അടുത്ത ബന്ധങ്ങളെന്നാണ് ഫായിസ് തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ആദ്യം ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ബേക്കറി തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ച ഫേസ് പിന്നീട് പറന്നു കളിക്കാൻ വേണ്ടിയുള്ള ഒരു മിനിറ്റ് സാറ്, ഞാൻ പറയാം, നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളിപ്പം ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ബേക്കറി തൊഴിലാളി ആയിട്ടല്ല, ഞാൻ ബേക്കറി തുടങ്ങിയതാണ്. വളരെ എളിയ ജീവിതമായിരുന്നു. അല്ല, ബേക്കറി തുടങ്ങിയതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ നിങ്ങൾ പറയുന്നത് ഭയങ്കര ഇത് വേണമെന്നുണ്ടോ? ഒരു നല്ല ഡീലിംഗ് ചെയ്താൽ, നല്ല ഡീലിംഗ് ചെയ്താൽ $1 മില്യൺ കിട്ടണമെങ്കിൽ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. യെസ്, ഒറ്റ ഡീലിംഗ്, അതിലൂടെ ചരിത്രം മാറും, ജീവിതം മാറും എന്നാണ് ഫായിസ് ഇന്നത്തെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ ജോൺ ബ്രിട്ടാസിനോട് പറയുന്നത്. നമ്മോടൊപ്പം ഭാസുരേന്ദ്ര ബാബു ഉണ്ട് സ്റ്റുഡിയോയിൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കഴിഞ്ഞ ദിവസം അയാൾ നടത്തിയ വ്യക്തമായ വെളിപ്പെടുത്തലുകൾ താങ്കൾക്ക് അറിയാം. ഇവിടെ ഇന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള പോക്കിൽ അദ്ദേഹം തുറന്നു പറയുന്നത് ഒറ്റ ഡീലിങ്ങിലൂടെ ജീവിതത്തിൻ്റെ ചിത്രം തന്നെ മാറും. ഇങ്ങനെ എത്രത്തോളം ഡീലിങ്ങുകളായിരിക്കും ആ ഉന്നത ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ അടക്കം നിലനിർത്തിക്കൊണ്ടുള്ള ഫായിസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നാൽ താങ്കൾക്ക് എങ്ങനെ നോക്കിക്കാണുന്നു? ഫായിസിൻ്റെ ക്രിമിനാലിറ്റി ഉൾപ്പെടെ വിശകലനം ചെയ്താൽ. ഇപ്പം ഇതിന് അദ്ദേഹം മറുപടി പറയുമ്പം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ ബേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിക്കാരാണ്. തലശ്ശേരി, പള്ളൂർ, ആ സ്ഥലങ്ങളിലൊക്കെയാണ് ബേക്കറികൾ ആദ്യം ആരംഭിക്കുകയും മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് തലശ്ശേരിക്കാർ തന്നെയാണ് ബേക്കറി നടത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു ചെറിയ ബേക്കറിയുടെ ആളായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഒറ്റ ഡീല് കൊണ്ട് കാര്യങ്ങൾ മാറും എന്ന് പറയുമ്പം ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പം ഫായിസിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് കാറുകളുമായി സഞ്ചരിക്കുന്ന രാജകുമാരന് നിലയ്ക്കാണ്. മുന്തിയ കാറുകൾ, BMW അടക്കമുള്ള ഉള്ള കാറുകൾ കളിപ്പാട്ടം പോലെ കൊണ്ട് നടക്കുന്നയാൾ പൊടുന്നനെ എന്താ പറയുക, ഒരു മാജിക് ബാൻഡ് കിട്ടിയത് മാതിരി വളരെ പെട്ടെന്ന് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് മാതിരി അദ്ദേഹം പണക്കാരനായി അങ്ങ് മാറുകയാണ്. അങ്ങനെ പണക്കാരനായി മാറുന്നതിന് സ്വന്തമായ പണമായിരിക്കില്ലല്ലോ, പണക്കാരുമായുള്ള ചങ്ങാത്തങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു ഒറ്റ ഡീൽ. ഈ ഡീലെന്ന് പറഞ്ഞാൽ എന്താ? കള്ളക്കടത്ത്. ഒറ്റ കള്ളക്കടത്തൊന്നും ആയിരിക്കില്ലല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം നടന്ന കള്ളക്കടത്തിൻ്റെ അസംഖ്യം കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ അധോലോക ബന്ധങ്ങളും അധോലോക വ്യാപാര രീതികളും സ്വീകരിച്ച രീതി വഴിയാണ്, ആ രീതിയെയാണ് അദ്ദേഹം ഒറ്റ ഡീൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുന്നുകൂടുന്ന പണം ഏതൊക്കെ ദുർവൃത്തകൾക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ പൊടുന്നനെ തെറ്റായ മാർഗത്തിലൂടെ പണം സമാഹരണം നടത്താൻ കഴിഞ്ഞ ഒരാളുടെ എല്ലാ അവ്യവസ്ഥിതയും ഫായിസിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റിറക്കങ്ങളിലും നമുക്ക് കാണാം. അത് തുടരെ കാണാനിരിക്കുന്നു. മാത്രമല്ല, ഫായിസിൻ്റെ ആ ഒറ്റ ഡീൽ എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ വെളിവാകാൻ പോകേണ്ടതുണ്ട്. അതിലേക്ക് അടക്കം അന്വേഷണങ്ങൾ വ്യാപിക്കണമെന്ന് അദ്ദേഹം തന്നെ തുറന്നിടുകയാണ് ഒരു വഴി. നിശ്ചയമായും അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒറ്റ ഡീൽ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫായിസിനെ സംബന്ധിച്ച് അറിയാവുന്നത്, അദ്ദേഹം പറയുന്നത് റിയൽറ്ററാണ്, അദ്ദേഹം റിയൽ എസ്റ്റേറ്റിൻ്റെ ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാം അറിയുന്നത് കള്ളക്കടത്തുകാരൻ എന്ന നിലയ്ക്കാണ്. അപ്പം മറ്റേതൊക്കെ നിലവാരത്തിൽ അതുകൊണ്ട് നമുക്കറിയില്ല. ഫാരീസ് അബൂബക്കറിനെ റിയൽറ്ററായി തന്നെ നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. അദ്ദേഹം അത് തന്നെയാണ് താനും ആഗോള നിലവാരത്തിൽ. എന്നാൽ ഫായിസിനെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് വാല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, റിയൽ എസ്റ്റേറ്റിൽ ഒറ്റ ഡീൽ കൊണ്ടൊന്നും കോടികളൊന്നും കൊയ്യാനൊക്കെ ഇല്ലല്ലോ, സാധാരണ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒറ്റ ഡീൽ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അറിയുന്നത് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് വ്യവഹാരം നടത്തി എന്നതല്ല, മറിച്ച് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് മുഴുവൻ കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടുവന്നതിൻ്റെ വകയാണ്. അതുമായി ബന്ധിപ്പിച്ച് കൊലപാതകങ്ങൾ വരെയുള്ള വലിയ ക്രിമിനാലിറ്റിയുടെ പരമ്പരയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡീല്. ശ്രീ രാജേഷ്, ഈ ഒറ്റ ഡീലിങ്ങിലൂടെ ഇത്ര വലിയ രീതിയിൽ രാഷ്ട്രീയക്കാരുടെ ബന്ധം സ്ഥാപിക്കാനോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അടക്കം കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് ഫായിസിന് കഴിയുമോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺവാണിഭമടക്കം മനുഷ്യക്കടത്ത് അടക്കമുള്ള സംശയങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഫായിസിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി വരുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അദ്ദേഹത്തിൻ്റെ ക്രിമിനാലിറ്റിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹം ബിസിനസ് ബേക്കറി കച്ചവടം നടത്തിയാലും റിയൽ എസ്റ്റേറ്റ് നടത്തിയാലും ആക്രി കച്ചവടം നടത്തിയാലും അത് നമ്മുടെ ചർച്ചയിൽ വന്നോട്ടെ. പക്ഷേ ഞങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല. ഓരോരുത്തർ ഇപ്പം തുന്നൽക്കാരനായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, ചായ കച്ചവടം നടത്തിയിരുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. അതുപോലെ തന്നെ
പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്ന ഫായിസാണ്. ഞാൻ പറഞ്ഞത് ആർക്കും അതിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന മാനദണ്ഡമായിട്ട് എടുക്കാൻ സാധിക്കില്ല. സാഹചര്യം കൊണ്ട് മാറാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ പ്രശ്നം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ ഒറ്റ ഡീല് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്ന അദ്ദേഹം ധരിക്കുന്നുണ്ടാകും. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ചർച്ച പോകുന്നില്ല. ഇവിടെ പ്രശ്നം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തകിടം മറിക്കുന്ന തരത്തിലുള്ള സ്വർണ്ണക്കടത്തിന് ഇദ്ദേഹത്തിന് ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിന്നു. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഈ ക്രിമിനലുമായിട്ട് എന്താണ് ബന്ധം? ഇതാണ് നമ്മളോട് ചർച്ച ചെയ്യേണ്ട ബന്ധം. മറ്റൊന്ന്, ഒറ്റ ഡീല് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയ ഡീലിൻ്റെ വ്യാപ്തി എന്തായാലും നേരായ മാർഗ്ഗത്തിലൂടെ, നമ്മളൊക്കെ തന്നെ പല കാര്യങ്ങളും ഇടപെടുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ ഇത്തരം ഇതൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. 1 കിലോ, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് 1 കിലോ സ്വർണം കടത്തിക്കൊണ്ട് വരുമ്പോൾ 3,46,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ 15,000 രൂപ കാരിയേഴ്സിന് കൊടുക്കും, 15,000 രൂപ കസ്റ്റംസുകാർക്ക് കൊടുക്കും. അത് പോയാൽ ഏകദേശം 3,10,10,000 രൂപ കിട്ടും. 2 മാസം കൊണ്ട് 42 കിലോ സ്വർണം ഫായിസിൻ്റെ നേതൃത്വത്തിൽ, അതായത് ഒരു 1.5 കോടി രൂപ 2 മാസം കൊണ്ട് സ്വർണ്ണം കടത്തിയിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ള കച്ചവടങ്ങളിലൊക്കെ അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു. അതായത് വ്യാപ്തി വലുതാണ്. ഫായിസ് പറയുന്നതിനും അപ്പുറമാണ് വ്യാപ്തി. യെസ്, തീർച്ചയായും. അജിത് കുമാർ, ഇവിടെ ഫായിസിന് മുന്നിൽ എല്ലാ ചാനലുകളും, കസ്റ്റംസിന്റെ എല്ലാ ചാനലുകളും തുറന്നിടണമെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം തുറന്നു പറഞ്ഞതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ട് എന്നാണോ വെളിവാകുന്നത്? ഞാൻ ക്ഷമാപണപൂർവ്വം തുടക്കത്തിൽ നിന്ന് പറഞ്ഞോട്ടെ. ഈ ശ്രീ ഫായിസ് ശ്രീ ബിട്ടാസുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രഥമ ലക്കം ഞാൻ കണ്ടിരുന്നില്ല. ഇപ്പോൾ അതിന്റെ ഓരോ ശകലങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. പൂർണ്ണരൂപം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിലേക്കുള്ള രണ്ടാം ഘട്ടത്തില് സെക്കൻഡ് എപ്പിസോഡ് ഇപ്പോൾ എന്തോ ഒരു തുടക്കം മാത്രമേ കണ്ടുള്ളൂ. ബേക്കറി മാത്രം പറഞ്ഞു. അവിടെ ഇനി അങ്ങ് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം തന്നെ പറയാമോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ക്രിമിനൽ നമ്മൾ പറയുന്ന ആളിനെ അദ്ദേഹം ഒന്ന് വിശേഷിപ്പിക്കാൻ പോലും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും നമ്മൾ അല്ല, പരസ്പര ബഹുമാനം കൊണ്ട് ഏതായാലും വ്യക്തികൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ചാനൽ ചർച്ചയിൽ തീർച്ചയായും ആ ബഹുമാനം പാലിക്കണമല്ലോ. ആ മനുഷ്യൻ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയും വരാൻ പോകുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആളുടെ പേരുകൾ, ഇപ്പോൾ എനിക്ക് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പറ്റാത്ത ആരുടെങ്കിലും പേരുകൾ പോലും ആ മനുഷ്യൻ ഇന്റർവ്യൂവിൽ പേരുകളൊക്കെ തന്നെ കടന്നു വരാം. കഴിഞ്ഞ ദിവസം പി മോഹനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം സംബന്ധിച്ച സ്ഥിരീകരണം അദ്ദേഹം നടത്തുന്നു. അതിലെന്തിന് പോയി എന്നുള്ള വെളിപ്പെടുത്തലുകളെല്ലാം നടത്തുന്നുണ്ട്. ഇനിയുള്ള നമ്മുടെ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരം രാഷ്ട്രീയക്കാരുള്ള ബന്ധം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പ്രാഥമികമാണ് അദ്ദേഹത്തിന്റെ ക്രിമിനൽ മൈൻഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം തന്നെ എടുത്തുകൊള്ളട്ടെ. മാന്യപ്രേക്ഷകർ ക്ഷമിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് ശ്രീ ബാബുവും ശ്രീ രാജേഷും പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒന്നാമത് നമ്മളെല്ലാവരും പറയുന്ന പോലെ ഇയാളൊരു ക്രിമിനൽ മൈൻഡാണ്, കൃത്യമാണത്. അപ്പോൾ ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളി ആയതുകൊണ്ടായിരിക്കണമല്ലോ ശിക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കരുതൽ തടങ്കൽ ഏത് ഇതിലായാലും 1 വർഷം ജയിലിൽ കിടന്നിട്ട് ഇപ്പം മോചിതനായതേ ഉള്ളൂ. അപ്പോൾ ക്രിമിനൽ ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്, ഏത് പരിധി വരെയും അങ്ങനെ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റും. സ്വയം ഡിഫെൻഡ് ചെയ്യാനും അങ്ങനെ ആ ഡിഫൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ ഒഫൻഡ് ചെയ്യാനും അത് ഉപയോഗിക്കാൻ പറ്റും. വാക്കുകൾ കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തികൾ ഇതെല്ലാം കുൽസിത മാർഗ്ഗത്തിൽ കൂടി അയാൾ പെട്ടെന്ന് പണക്കാരനായി. ഈ പറഞ്ഞ പോലെ ബേക്കറി, ശ്രീ ബാബുജി പറഞ്ഞ പോലെ തലശ്ശേരി 2 കാര്യങ്ങൾക്ക് വളരെ ഫേമസ് ആണ്. ഒന്ന് ഈ ബേക്കറിയുടെ കാര്യത്തിലും പിന്നെ ഒന്ന് ക്രിക്കറ്റിൻ്റെ കാര്യത്തിലും. കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ ബീജാപാപം നടന്ന തലശ്ശേരിയിലാണ്, നമുക്കറിയാം. ഈ തലശ്ശേരിക്കാരുടെ ബേക്കറികൾ തിരുവനന്തപുരത്തും മറ്റേ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മോടൊപ്പം മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നു. മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ക്രിമിനൽ മെൻറ്റാലിറ്റി അത് വ്യാപിക്കുന്നത് അതിൻ്റെ തലങ്ങളും അപ്പുറത്തേക്ക് പോവുകയാണോ? ഏത് മാർഗവും ഏത് അറ്റത്തോളം പോകും എന്ന് ഇവിടെ ഫായിസ് തന്നെ വ്യക്തമാക്കുമ്പോൾ എത്രത്തോളം ഉന്നതങ്ങളിലേക്കുള്ള ബന്ധമാണ് വെളിവാകുന്നത്? ചർച്ചയിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അതിനും അപ്പുറത്തേക്ക് പല ബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ തന്നെ ആകത്തുകയാണോ ചെറിയ തോതിലെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു പ്രതീകമാണ്. ഒരു പ്രതീകമെന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റുകളെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ മറ്റുമുള്ളൊരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൻ്റെ പ്രതീകമാണ് ഈ പറഞ്ഞ വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ വെച്ച് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ഇതൊക്കെ അന്വേഷണ വിധേയമാണ്. ഞാനപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഗവൺമെൻറ്റുകളെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ ഇടപെടലുകൾ, അവർ നിക്ഷേപിച്ച പണം, പ്രത്യേകിച്ച് ബ്ലാക്ക് മണി, സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യത്ത് സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം, ഇതൊക്കെ നാട്ടിൽ നമ്മുടെ രാജ്യത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പലരും പ്രസംഗങ്ങളിൽ പറയുന്നത് പോലെ കസേരകളിൽ അധികാരത്തിലിരിക്കുമ്പോൾ നടത്താത്ത ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതോട് കൂട്ടി വായിക്കണം.
അപ്പോൾ ഇത്തരം സംഘങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം സംഘങ്ങളുടെ തലവനായി മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുമിച്ച് കാറുള്ള യാത്ര ഉൾപ്പെടെ. അതിലേക്കൊക്കെ നമ്മൾ സ്വീകരണത്തിലേക്ക് വരുന്നുണ്ട്. മുഹമ്മദ് റിയാസ്, മറ്റൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് ഒരുപക്ഷെ സ്വന്തം നില മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടി ആണോ എന്ന സ്ഥിരീകരണം അല്ലെങ്കിൽ വിലയിരുത്തലൊക്കെ നടത്തേണ്ടി വരും. ജയിലിൽ ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു പോലീസുകാരടക്കം. അതിലേക്ക് മോഹൻദാസ് എന്ന് പറയുന്ന സിംഗിൾ സ്റ്റാർ ഒരു പുള്ളി, മോഹൻദാസ് ഒരു ഉദ്യോഗസ്ഥൻ, മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി കള്ള് കൊടുക്കാത്തതിന് എന്ത് ചെയ്തു? പരസ്യമായി എൻ്റെ മരിച്ച ബാപ്പായെയും തെറി വിളിക്കുകയും എന്നോട് പറയാ, നീ മേത്തർ എവിടെ നിന്ന്? മേത്തർ എന്ന് പറഞ്ഞാൽ മുസ്ലിം മേത്തർ എന്താണ് പേരാണല്ലേ? എനിക്കറിയില്ല, ഞാൻ പറയില്ല, എനിക്ക് കണ്ണൂരും എൻ്റെ സ്ലാങ്ങിലും ജാതി ഉപയോഗിച്ചിട്ടാണ്. അതെ, എന്നോട് നിനക്ക് പറയാ, ഞാൻ മതം വർഗീയ രീതി എന്തൊക്കെയാ പറഞ്ഞ പുള്ളി എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. നീ രാജ്യദ്രോഹിയാടാ, നീ മേത്തറാടാ, നീയൊക്കെ നാട് നിർത്തിയൊക്കെ എന്നാ മേത്തർ എന്ന് എനിക്ക് தெரிஞ்சു. ഞാൻ വിചാരിച്ച് ഈ പേരാണ് എന്തുവാന്നൊരു മനസ്സിലാകുന്നില്ല. ശ്രീ ഭാസുരൻ ബാബു, ഇവിടെ ജാതി പേര് വിളിച്ചു എന്നതിന് അടിസ്ഥാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മദ്യം നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ അയാളുടെ അനുജൻ ജയിലിൽ കാണാൻ എത്തുമ്പോൾ മദ്യം വേണമെന്ന് പോലീസ് പറയുന്നു. അത് വഴങ്ങാത്തതുകൊണ്ട് തന്നെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. ഒരു കുറ്റവാളിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നതെങ്കിലും വംശീയമായ രീതിയിലുള്ള അധിക്ഷേപം അവിടെ നടക്കുന്നു. അതൊന്ന്. അതിനുമപ്പുറം പോലീസുകാരടക്കം ഇദ്ദേഹത്തിൽ നിന്നും കൈപ്പറ്റുന്നു പലതും എന്നതുകൂടിയല്ലേ വെളിവാകുന്നത്? അത് ഈ തടവറകളുടെ കാര്യത്തിനകത്ത് ഇന്ത്യയിലെ തടവറകൾ അങ്ങേയറ്റം വ്യാപാര നിരത മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് പണം കൊടുത്താൽ നടക്കാത്ത ഒന്നും തടവറകളിലില്ല. കേരളവും അതിനകത്ത് അന്യമല്ല. ഞാൻ എൻ്റെ തന്നെ അനുഭവം, ഞാൻ തന്നെ ജയിലിൽ ദീർഘനാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാം ലഭിക്കുന്ന സ്ഥലമാണ് പണം നൽകപ്പെട്ടാൽ. പണത്തിന് വേണ്ടി എന്ത് പണിയും ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും പൊതുവിൽ വാർഡന്മാർക്കോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ അവിടെ ഇല്ല. പണമുണ്ടെങ്കിൽ എന്ത് നടക്കും. ലക്ഷ്മണ അവിടെ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ബാലകൃഷ്ണപിള്ള എങ്ങനെ കഴിഞ്ഞതെന്നറിയാം. അപ്പോൾ ആ അർത്ഥത്തിൽ പണത്തിൻ്റെ ഒരു വ്യാപാര കേന്ദ്രം തന്നെയാണ് ജയിലുകൾ, പ്രത്യേകിച്ച് സെൻട്രൽ ജയിലുകൾ. അതിപ്പം അവിടുന്ന് പിടിക്കുന്ന പല സാധനങ്ങളും നമുക്കറിയാമല്ലോ, ലഭ്യമാകുന്നു, സ്വകാര്യ രീതികളിലൂടെ ലഭ്യമാകുന്നു. അതുകൊണ്ട് ഈ നിലയ്ക്കുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. പണക്കാരായ ആളുകൾ വന്നാൽ അവരെ അബ്യൂസ് ചെയ്തെങ്കിലും പണം ഈടാക്കുക. പക്ഷെ ഫായിസ് ആകുമ്പോൾ അവർ കുറെ കൂടി പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഫായിസിനോടൊപ്പം DYSP SP അടക്കമുള്ളവർ ചങ്ങാതം കൂടുന്നു. അതിന് പ്രത്യുപകാരമായി ഒട്ടേറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകുന്നു. ഇങ്ങനെ ജയിലിലും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിലപേശൽ നടത്താം. ജയിലിൽ ഇദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി ഒരു കോർട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിലേക്ക് വരാം അതിന്റെ സ്ഥിരീകരണവും നൽകുന്നു. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ആ നിലയ്ക്ക് എന്ത് നടക്കുന്ന കാര്യം എനിക്ക് ഞെട്ടലൊന്നുമില്ല. ജയിലിനെ കുറിച്ച് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പണക്കാർ ചെന്നാൽ ആ നിലപാടിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം തന്നെയാണ് ജയിൽ. രണ്ടാമത് പറഞ്ഞ കുറേ കൂടി ഗൗരവകരമായ ഒരു കാര്യമാണ് വംശീയമായ അധിക്ഷേപം. അതും സാധാരണ തിരുവനന്തപുരം ജയിലിലൊക്കെയാണ് സാധാരണ ഉണ്ട്. മേത്തൻ എന്നാണ് തെക്കോട്ടൊക്കെ ഇങ്ങനെ ഇവർ തിരുവിതാംകൂർ ഭാഗത്ത് മുസ്ലിംസിനെ വിളിക്കുന്നത്. മേത്തർ എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്, ജാതി വിഭാഗമാണ് മുസ്ലിംസിനകത്തുള്ള. അത് വലിയ സമ്പന്നരായ ആളുകളാണ് മേത്തർ വിഭാഗത്തിലുള്ളവർ. ഇത് മേത്തൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനകത്ത് തെറ്റുന്നതാണ്. അത് ശരിയാക്കുന്നുമുണ്ട്. ഏതായാലും മേത്തൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു രീതി, ഹീനമായ ഒരു ജാതിപ്പേരിനെ വിളിച്ച് കളിയാക്കുന്ന രീതി ഈ സവർണ്ണ വിഭാഗങ്ങൾക്കിടയിൽ ഇവരുടെ ഇടയിലുണ്ട്. അത് നമുക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. ആ നിലപാടിൽ അബ്യൂസ്, വംശീയമായ അബ്യൂസ് നടത്തുക, ഈ പറയുന്ന മാതിരി ഭീകരവാദിയാകുകയും കൂടിയാകും. അങ്ങനെയും കൂടി പറഞ്ഞല്ലോ. ശ്രീ രാജേഷ്, അവിടെ വെളിപ്പെടുന്നത് ഫായിസിൽ നിന്നാണ്. അതുകൊണ്ട് ആ രീതി അർത്ഥത്തിൽ ആണോ കാണേണ്ടത്, അതോ ഇത്തരത്തിലുണ്ടാകുന്ന ജാതിപ്പേര് വിളിച്ചു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനേക്കാൾ ഗൗരവത്തോടെ എടുക്കണോ? അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഡ് ചെയ്ത ഒരു കാര്യം കൂടി, പോലീസ് ആ പശ്ചാത്തലത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ട്, ആ ഒരു ചോദ്യം കൂടി ചേർത്ത് വായിച്ച. അല്ല, നമ്മുടെ കേരളത്തിലെ പോലീസ്, ഇന്ത്യയിലെ മൊത്തത്തിൽ പോലീസ്, കേരളത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് യാതൊരു മതിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഫായിസ് ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ ഭീകരമായ വാക്കുകളും പ്രവർത്തികളും വ്യക്തിപരമായി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ പ്രവർത്തകർ നേരിട്ടിട്ടുണ്ട്. വളരെ അല്ലല്ല, ഒരു ക്രിമിനൽ രാജ്യദ്രോഹി ആയാൽ പോലും ഉപയോഗിക്കേണ്ട ഭാഷയും പ്രവൃത്തിയൊക്കെ നിയമപരമായിട്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ആകാവുള്ളൂ എന്ന് ശഠിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് ഞാൻ. പറഞ്ഞ പൊതുപ്രവർത്തകർ ആയിട്ട് പോലും ഞങ്ങൾ കേൾക്കേണ്ടി വന്നു. അതിനപ്പുറം ഇവിടെ ഒരു ഡീലിംഗിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഡീലിംഗിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണെങ്കിലും
അല്ലെങ്കിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും തന്നെ ആർക്കും നേരെ ഉണ്ടാകാൻ അങ്ങനെയാണ് ഇവിടെ നിയമം വേണ്ടല്ലോ. ഓരോ വരുന്ന ഉദ്യോഗസ്ഥനും നിയമവും വാക്കുകളും അവരുടെ ആ രീതി വളച്ചൊടിച്ചാൽ മതിയല്ലോ. പിന്നെ മറ്റൊന്ന്, ഫായിസ് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു. ഇന്നലെ തന്നെ അത് അയാൾ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് TV കൊടുത്തു. TV കൊടുക്കുമ്പോഴേക്കും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന TV ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. 1 ലക്ഷം രൂപ TV ആണ്. സർക്കാർ ഉദ്യോഗസ്ഥന് വാങ്ങാൻ കഴിയാത്ത സാധനമായിരിക്കുമല്ലോ ഇത് സംഭാവന ചെയ്ത്. അപ്പോൾ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് വെറുതെ വന്നപ്പോഴേക്കും 1 ലക്ഷം രൂപ TV കൊടുത്തെങ്കിൽ ഒരു കേസിൽ പ്രതിയായി മുമ്പിൽ കിട്ടിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനിൽ അപ്പുറമൊക്കെ പ്രതീക്ഷിച്ച് കാണാം. ഒരുപക്ഷെ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടാകാം, ഒരുപക്ഷെ കൊടുത്തിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കളവായിരിക്കാം. ഇദ്ദേഹം ആയതുകൊണ്ട് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ സാധിക്കും. എന്തായാലും അങ്ങനെ സംഭവിച്ചുവെങ്കിൽ, ഒരാളുടെ വംശീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചു, ഇന്നാളായതുകൊണ്ട് നീ രാജ്യദ്രോഹിയായി എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ ഓഫീസർക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കണം. സ്വകാര്യ അന്യായം ഫയൽ ചെയ്യണം. അദ്ദേഹം അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തു. അതിന്റെ പൂർണ്ണ രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് അദ്ദേഹം പരാതി നൽകി, പക്ഷേ യാതൊരു മറുപടിയും ഉണ്ടാകുന്നില്ല. ശ്രീ അജിത് കുമാർ, അവിടെ നിശ്ചയിക്കുന്നത് അളവുകോലായി കുറ്റവാളി എന്ന അളവുകോലോടുകൂടി ആ കണ്ണുകളിലൂടെ കാണുന്നു. അവിടെ ഒരു നീതി നിഷേധം കൂടി ഉണ്ടോ? പക്ഷേ ഒരു ക്രിമിനലിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഇത്തരം തുറന്നു പറച്ചിൽ പ്രതികരണങ്ങളെ കൂടി ആ അർത്ഥത്തിൽ കൂടി എടുത്താൽ തീർച്ചയായിട്ടും ഈ ഫായിസിൻ്റെ സത്യസന്ധതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ. എങ്കിൽ പോലും ജയിലിനുള്ളിൽ കഴിയുന്ന ആയാലും അല്ലെങ്കിൽ വിചാരണ തടവുകാരനായാലും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോ അതിനു മുമ്പായിട്ടോ അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്തൊക്കെ ആയാലും ഏത് വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെതായ പൗരാവകാശമുണ്ട്. ഈ ശ്രീ രാജേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ, കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും ഏത് സർക്കാർ മാറി മാറി വന്നാലും പോലീസും ഈ യൂണിഫോം ഇട്ടുന്ന മുഴുവൻ വർഗ്ഗം എന്ന് ഞാൻ ഒരുമിച്ച് പറയും. പ്രത്യേകിച്ച് കാക്കി ഇടുന്നത് പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അവരുടെ അവകാശമായിട്ട് കൊണ്ടു നടക്കുകയാണ് പൗരാവകാശം ലംഘിക്കുക എന്നുള്ളത്. അത് അവരുടെ ഒരു അവകാശമായിട്ട് അവർ അതിന് എടുക്കുന്നുണ്ട്. അതിനെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, പ്രത്യേകിച്ച് ഒരു ജയിൽപ്പുള്ളി ആണെങ്കിൽ പോലും ഈ ഒരു ജാതിയും മതമൊക്കെ പറഞ്ഞ ഒരു വംശീയമായ രീതിയിലുള്ള അധിക്ഷേപം എന്ന് പറയുന്നത് യാതൊരു ന്യായീകരണവുമില്ല. അതപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഫായിസിൻ്റെ ചെയ്തികളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മുഴുവൻ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്നതിന് എന്താണെന്നും എനിക്കറിയില്ല. പക്ഷേ ജയിലിൽ കിടക്കുന്ന ആളാണെങ്കിൽ പോലും, വിചാരണ തടവുകാരനാണെങ്കിലും അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ അവകാശങ്ങളുണ്ട് സ്വന്തമായുള്ള. തീർച്ചയായിട്ടും അതിനെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. ഫായിസ് തുറന്നു പറയുന്നു. ജയിലിലെ ഷട്ടിൽ കോർട്ട് വിവാദത്തിലും ഫായിസിന്റെ സ്ഥിരീകരണം. തനിക്ക് വേണ്ടി ഷട്ടിൽ കോർട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഫായിസ് അതിന് മറുപടി നൽകിയത്. ജയിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പോക്കറ്റിലാക്കിയെന്ന് അങ്ങനെ അവിടെ ബാഡ്മിൻ്റൺ കോർട്ട് പണിത് ശരീരമൊക്കെ നല്ല അഭിവൃദ്ധിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും. ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിൽ ഉണ്ടാക്കുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജയിലിലുള്ള മേധാവിയോട് ചോദിച്ചാൽ മനസ്സിലാവും. ആ കെട്ടിടം പൊളിച്ചത് ഞാൻ ജയിലിൽ വരുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളാണ് എഴുതിയത്. ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാക്കിയോ? ഒരു മിനിറ്റ് സർ, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ബ്ലോക്കിലും വോളിബോൾ കോർട്ടും ഷട്ടിൽ കോർട്ടും ജയിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കഞ്ചാവ് തോട്ടമൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഷട്ടിൽ കളിക്കേണ്ട, ഞാൻ ഷട്ടിൽ കളിക്കാനല്ല വന്നിനെ. ഓൾറെഡി കളിച്ചോ? പിന്നീട് ഷട്ടിൽ കളിച്ചത് ആരാണ്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്നെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചത്. അല്ലാണ്ട് കോടതി ഞാൻ കളിച്ചില്ല. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്തായാലും ആ ചർച്ചയിലേക്ക് വരുമ്പോൾ ആ ഘട്ടത്തിൽ എന്തായാലും ഇത് വളരെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത് എഴുതിയ ഒരു കാര്യമാണ്. ഫായിസിന് സ്വന്തമായി അദ്ദേഹം ഷട്ടിൽ കോർട്ട് പോലും ജയിലിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം അത് നിഷേധിച്ചെങ്കിൽ കൂടിയും അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് എന്താണ്? കാരണം ഇങ്ങനെ ഉള്ള ഒരു ആൾ തടവുകാർക്ക് കായിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് എമർജൻസിയുടെ പേരിലാണ് ഞാൻ ജയിലിൽ ആ സമയത്ത് പോലും വോളിബോൾ കോർട്ടുണ്ട്, ഷട്ടിൽ കോർട്ട് ഉണ്ടാകാം. ഞാൻ പറഞ്ഞത് പിന്നീടുണ്ടായിരിക്കാം. വോളിബോൾ കോർട്ട് എല്ലാ കെട്ടുകളിലും അന്നുണ്ട്. വോളിബോൾ കോർട്ടുണ്ട്. വോളിബോൾ കോർട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം കാര്യങ്ങൾ ഉദാരമായ സാഹചര്യത്തിൽ എല്ലാ വൈകുന്നേരങ്ങളും ഇറങ്ങി കളിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ തടവുകാർക്ക് ലഭിക്കേണ്ട മിനിമം ആവശ്യങ്ങളിലൊന്നാണ് അവരുടെ വിനോദപരമായ കാര്യങ്ങളും. അതിൻ്റെ ഭാഗമായി ഇതുണ്ടാകാം. പിന്നെ മറ്റൊന്ന് പത്രങ്ങൾ ചെയ്തത്, ഇപ്പോൾ ഫായിസ് പറയുമ്പോൾ സത്യം നമുക്ക് മനസ്സിലാവുന്നു. അത് കാര്യത്തിൽ അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഷട്ടിൽ കോർട്ട് രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു, മാസങ്ങൾക്ക് മുമ്പെന്നാണ് പറഞ്ഞത്. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരാൾ വന്നാൽ ഷട്ടിൽ കോർട്ട് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അതുമാത്രമല്ല, ഈ വിനോദത്തിനുള്ള അവസരങ്ങൾ ധാരാളം വേറെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വോളിബോൾ കോർട്ട് ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഇത്തരം കോർട്ടുകളുണ്ടാകാം. അവിടെ കളിച്ചിരിക്കുന്നത് ഇപ്പം ഫായിസ് പറഞ്ഞ മാതിരി ഫായിസിനെ ഷട്ടിലാക്കി ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുകയായിരുന്നു പത്രക്കാർ. അത് ചെറിയൊരു കാര്യം കിട്ടിയാൽ പിറ്റേ ദിവസത്തേക്ക് അത് പെരിപ്പിച്ച് കഥയാക്കി, ഉപകഥയാക്കി, അനുബന്ധ കഥയാക്കി, അങ്ങനെ കഥാകഥനം നടത്തുക എന്നുള്ള രീതി പത്രക്കാർക്കുണ്ടല്ലോ. സെൻസേഷണൽ ജേർണലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അത്തരം സാഹചര്യങ്ങൾ വരുന്ന ജയിലിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ഇല്ലിറ്ററേറ്റായ ജേർണലിസ്റ്റുകൾ. എന്നാൽ ജയിലിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ പറയും എത്ര നാൾ മൂലം റോളി കോട്ടുണ്ടെന്നൊക്കെ. അപ്പം ഫയസ് വരുന്നോ പോകുന്നോ എന്നുള്ളതല്ല, അതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ട്. ആ അർത്ഥത്തിൽ ജയിലിൽ അത് എഴുതി വെച്ച ഒരാളുടെ വിവരക്കേടായിട്ട് മാത്രമേ ഞാൻ കാണൂ. രാജേഷ് അടക്കം തന്നെ ജയിലിൽ സന്ദർശിച്ചുകൊണ്ട് ജയിലിലടക്കം കിടന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുക, ഫൈസ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ അത് ന്യായമാണോ? കാരണം ഞാനായതുകൊണ്ടാണോ മാധ്യമങ്ങൾ എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്, എനിക്ക് വേണ്ടി ഷട്ടിൽ കോട്ടടക്കം ഉണ്ട് എന്ന ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ? ഫായിസിൻ്റെ ഷട്ടിൽ കോട്ട് പരാമർശത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, പാസ്വതി ബാബു സാർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ പട്ടിക്കൂട് വിഷയമായാലും ഓം പ്രകാശിനെയും പുത്തമ്പാൽ രാജേഷിനെയും കൊണ്ടുവരുന്ന വിഷയത്തിലായാലും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. പ്രത്യേകിച്ചും അച്ചടി മാധ്യമത്തിലെ ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം കൊടുക്കാൻ വേണ്ടിയും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയും കാണിക്കുന്ന ഒരു വ്യഗ്രത, അത് പലപ്പോഴും യഥാർത്ഥത്തിലൊരു കേസിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ച് അതിൻ്റെ ആക്ച്വൽ സ്പിരിറ്റ് തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഒടുവിൽ ഈ കള്ളം പറയുന്ന പെരുപ്പിച്ച് കാണിക്കുന്ന കഥകളെ കൂടെ കേൾക്കുമ്പോഴേക്കും യഥാർത്ഥത്തിൽ എൻ്റെ കാതലായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലും കള്ളമാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. ഷട്ടിൽ കോട്ട് വിവാദമൊക്കെ അതിൻ്റെ ഒരു കണക്ട് എന്തായാലും നമുക്ക് അത്തരം അതിലേക്ക് മാത്രം ഒതുക്കണ്ട, നിർണായകമായ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നു. രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുമായി ബന്ധമുണ്ടെന്ന ഫായിസിന്റെ സ്ഥിരീകരണം. ഗൾഫിൽ വെച്ച് രമേശിനൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും ഫായിസ് തുറന്നു പറയുന്നു. അതിലേക്ക് താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ യാത്ര ചെയ്തു, ഉമ്മൻചാണ്ടിയായിട്ട് നല്ല ബന്ധമുണ്ട്. അസംബന്ധമാണ്, അയാൾക്ക് യാത്ര ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി ബന്ധമുണ്ടോ? ഞാനില്ല, ദുബായിൽ വരുമ്പോൾ ചിലപ്പോൾ കണ്ടു കാണാം, എനിക്കറിയാം. ഫൈസ, ഉമ്മൻചാണ്ടിയായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ട്, ഞാൻ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെ ആഭ്യന്തരമന്ത്രിയോ എന്നുള്ളതല്ല ഇവിടുത്തെ. രമേശ് ചെന്നിത്തല താങ്കളും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ ആർക്കും എടുക്കാം. താങ്കൾക്ക് രമേശിനെ അറിയില്ലേ? അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. യെസ്, വാസുദേവൻ ബാബു, ഇവിടെ അന്ന് ചർച്ചയായപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം ഇതിലൊരു സ്ഥിരീകരണം നടത്തി. ആരുമായും ഒരുപക്ഷെ എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ്, അതിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്ന് രമേശ് ഇന്നിപ്പോൾ പുറത്തിറങ്ങിയ ആദ്യമായ ഒരു മാധ്യമത്തോട് ഫായിസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുമ്പോൾ താങ്കൾ എന്ത് മനസ്സിലാക്കും? അല്ല, ഫായിസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല അറിയാമെന്ന് മാത്രമാണ്. പക്ഷെ അന്ന് കുറെ കൂടി തെളിവുകളുണ്ടായിരുന്നു. ഫായിസിൻ്റെ ഒരു സുഹൃത്ത് അന്ന് ഇതേ ചാനലിൽ വന്ന് ഫായിസ് പല കാര്യങ്ങളിലും രമേശ് ചെന്നിത്തല അവിടെ എത്തുമ്പോൾ ജോലി മുടക്കി രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കാൻ പോകുന്നതും അദ്ദേഹം താമസിക്കുന്നിടത്ത് പോയി അത്തരം കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം വീമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പിന്നീട് ചാനലിൽ പറഞ്ഞത്. അത് അവിശ്വാസയോഗ്യമായി കാണുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അപ്പോൾ അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ആ ബന്ധങ്ങളുടെ രീതികൾ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളെ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന കണ്ണി ചേർക്കുന്ന ബന്ധങ്ങളായി മാറിക്കൂടായികയില്ല. കോൺഗ്രസ്സുകാർക്കത് പുതിയ കാര്യവുമല്ല. ഇപ്പോൾ ശ്രീ അജിത്ത് മനസ്സിലാക്കേണ്ട, എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് പറയേണ്ട ആയിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് സരിത നായരുടെ കേസ് ഇവിടെ വന്നു, ബിജു രാധാകൃഷ്ണൻ്റെ പ്രശ്നം വന്നു, പിന്നെ എന്താ പറയുക, ക്ലിഫ് ഹൗസിലെ രാജകുമാരനായിരിക്കുന്ന പിന്നെ ആ ഭൂമി ഇടപാട് നടത്തിയ സലീം രാജകുമാരൻ്റെ കാര്യം വന്നു. ഇതാ ഇപ്പം ഫായിസിൻ്റെ കാര്യം വരുന്നു. സരിത പറഞ്ഞിരുന്ന എന്താണ്? സരിത പറഞ്ഞത് തൻ്റെ പ്രവൃത്തിയുള്ള റോൾ മോഡൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. സരിത പറഞ്ഞ് നമ്മളെല്ലാം കേട്ടാണല്ലോ. രണ്ട് പ്രവൃത്തികളെ സരിതയ്ക്ക് അറിയുള്ളൂ. ഒന്ന് കബളിപ്പിക്കൽ, പണം കബളിപ്പിക്കൽ, അത് അവർ കേസുണ്ട് അതിനിടയിൽ. രണ്ടാമത് വാട്സാപ്പിൽ വന്ന ആ പണി എന്ന് നമുക്ക് പറയണ്ടല്ലോ. ഈ രണ്ട് പണികളിൽ ഉമ്മൻചാണ്ടി എങ്ങനെ റോൾ മോഡലാവും? രമേശ് ചെന്നിത്തല കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. പക്ഷേ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉണ്ട് എന്ന് ഫായിസ് അടക്കം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ ആകസ്മികമായി കണ്ടുപോയേക്കാവുന്ന ഒന്നാണോ? അങ്ങനെ തോന്നുന്നില്ല. നിപ്പും ശരീരത്തിന്റെ ഭാഷയൊക്കെ വരുമ്പം രമേശ് ചെന്നിത്തല ലളിതമായി പറയുന്ന മാതിരി ഈ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അത് ഗ്രൂപ്പ് ഫോട്ടോഷൂട്ട് അവിടെ പോകുമ്പം അതുണ്ടാവും. അവിടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ അതുണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത് ദുബായിലൊക്കെ പോകുമ്പോൾ എല്ലാ മലയാളികൾക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കും, പരിചയക്കാരാണെങ്കിൽ. ഇത് അതിനപ്പുറത്തുള്ള ഇൻറ്റിമസി ഉണ്ട് ആ ചിത്രത്തിനും അവർ നിൽക്കുന്ന രീതിയിലുമൊക്കെ ഉണ്ടോ? കാരണം നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ അടക്കം ഇത്തരം ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെ അത്തരം ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ബന്ധത്തിന് ആഴം കൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്വകാര്യ സ്ഥലം, അത്തരത്തിലാണോ ഇതിനെ കാണേണ്ടത്? ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയെ മാത്രം കണ്ട് ഞാൻ അത് ആരോപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ എയർപോർട്ടിൽ പലരും അദ്ദേഹത്തോട് അടുത്ത് ചെന്നു. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഒരാളുടെ പശ്ചാത്തലം നോക്കില്ല, അദ്ദേഹം നിന്ന് കൊടുത്തു. ഞാൻ നേരിട്ട് കണ്ടത് ഇക്കാര്യം. അതുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചില്ല. പക്ഷേ
ഇതിന്റെ പശ്ചാത്തലം ഈ മനസ്സിലാക്കണം. പശ്ചാത്തലം ബഹുമാനപ്പെട്ട ശ്രീ എം ഹാസനൊപ്പം ഉണ്ട്, ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. അതെ. ഇവിടെയാണ് ഒരു പാർട്ടി ചാനലിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി വിദേശത്ത് ചെന്നപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ഫായിസ് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ആ പശ്ചാത്തലത്തിനെടുത്ത ചിത്രമാണിത്. ഇവിടെ ഇതുമായി ചേർത്ത് വെച്ച് ഉമ്മൻചാണ്ടിയും ഫായിസും തമ്മിൽ മണിക്കൂറുകളോളം കേരളത്തിൽ നടത്തിയ കാർ യാത്ര, വിദേശ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിൽ ചെന്നാൽ ഫായിസിന്റെ കാറിൽ ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന സംഭവം. ഇപ്പൊ ഫായിസ് ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ തപ്പിയാണ് പറഞ്ഞത്, യാത്ര ചെയ്തുകൊണ്ടോ ഇല്ലയോ. അദ്ദേഹം അറിയാം, വ്യക്തമായി അറിയാമെന്നുള്ള കാര്യം പറയുന്നത് അറിയാം. സ്ഥിരീകരണത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല, അറിയാം. കാരണം എതിർ ഭാഗത്തുള്ളത് ആഭ്യന്തരമന്ത്രിയാണ്, അത് മനസ്സിലാക്കണം. അതായത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഒക്കെ ഒരു വ്യക്തിയുടെ കാറിൽ പ്രത്യേകിച്ച് വിദേശത്ത് ചെന്ന് കയറി പോകുമ്പോൾ അത്രയും അടുപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യും. ഞാൻ ഒരു ഫോട്ടോ കണ്ട് മാത്രം പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ പലരും എടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വരുമ്പോൾ അത് വ്യക്തമായി സംശയത്തിന് അതീതമായി വിശദീകരിക്കുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തയ്യാറാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇദ്ദേഹത്തെ ഇത്രത്തോളം കോർണർ ചെയ്തിട്ടും അത് പറയുവാൻ വേണ്ടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചിരിച്ചിരിച്ച് വിടുന്നതല്ലാതെ പറയുവാൻ വേണ്ടി അവർ തയ്യാറായിരിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഞങ്ങളുടെയൊക്കെ ആശയം. ശ്രീ അജിത് കുമാർ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട്? കാരണം അത് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ആകാമായിരുന്നു എന്നോടൊപ്പം ഇപ്പോൾ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു, അറിയാമെന്നുള്ള ഒരു വാദം കൂടി. ഇപ്പൊ എനിക്ക് ഭയങ്കര സമാധാനമായി സത്യം പറയാം. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്? ഞാൻ ഇവർ രണ്ടുപേരും എൻ്റെ പാനൽ ബഹുമാനായ രണ്ട് പാനലിസ്റ്റുകൾ കുറെ ക്ലിപ്പിംഗ്സ് നേരത്തെ കണ്ടതാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് ഞാനത് വീണ്ടും തുറന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല. ആദ്യത്തെയും കണ്ടില്ല, ഇന്ന് നേരത്തെ കാണിച്ചതും കണ്ടില്ല. ജോയിൻ ടു വെരി ലേറ്റ്, താമസിച്ചാണല്ലോ എത്തിയത്. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഈ പറഞ്ഞ ആ ഫോട്ടോ എന്ന് പറയുന്നത് ശ്രീ രാജേഷ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. ഇത് അപ്പോൾ ഏതോ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ, അത് ശ്രീ എം എം ഹസനല്ലേ? കറക്റ്റാണ്. ശ്രീ എം എം ഹസനാണെങ്കിൽ അറ്റത്ത് നിൽക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല അതോടൊപ്പം ഉണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാകുന്നത് എന്നാണ്? 2014 ജനുവരി 1-ാം തീയതിയാണ്. ഈ ഫായിസ് അബൂബക്കർ ഈ ഫായിസ് ആ സമയത്ത് എവിടെയാ? ആ സമയത്ത് ദുബൈയിലല്ലല്ലോ, അല്ലെങ്കിൽ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്തല്ലല്ലോ, ഒരു വർഷമായിട്ടാണ് ജയിലിലല്ലേ. അപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഉള്ള പടം അല്ലാതെ KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാജേഷ് അങ്ങനെ ലാഘവത്തോട് തീർന്നില്ലല്ലോ. അതിനുശേഷം ഇത് പുറത്തു വരുന്ന ഘട്ടങ്ങളടക്കം പറയാം. ഒരു മിനിറ്റ്. ശ്രീ രാജേഷ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഞാൻ പറയുന്നു, ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ മുഴുവൻ മാധ്യമങ്ങൾ, അത് അച്ചടി മാധ്യമമായാലും പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിലാണ് കൂടുതലും, അവർ ഈ പ്രത്യേകിച്ച് കൈരളി പോലെ, അല്ലെങ്കിൽ പിന്നെ ജയ്ഹിന്ദ് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജനം പോലെ ഉള്ള ചാനലുകൾക്ക് അവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടി ഒരുപാട് വിദേശ മലയാളികളെ ധനം സമാഹരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് KPCC പ്രസിഡന്റും ഈ കൈരളി ചാനലിൻ്റെയും വീക്ഷണം പത്രത്തിൻ്റെയും ജയ്ഹിന്ദ് ചാനലിൻ്റെയും ചെയർമാൻ, എനിക്ക് അവസരം തരൂ പ്ലീസ്, ചെയർമാൻ ആയിരുന്ന അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയും ജയ്ഹിന്ദിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ ഹസനും ഒക്കെ അവർ വിദേശത്ത് നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അവിടെ പറയട്ടെ, ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളിലും കോൺഗ്രസിന്റെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അതുമായിട്ട് വളരെ സജീവമായിട്ട് മലയാളികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പേര് മലബാറിൽ നിന്നുള്ളവരുമാണ്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടെ, അവരുടെയൊക്കെ എന്താ പറയാ, അതായത് ഞാൻ പറയാം, വളരെ ചുരുക്കി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷമുള്ള പടമല്ല എന്ന് അദ്ദേഹം പറയാൻ സമ്മതിക്കുന്നു. ഞാൻ പറയുന്നു, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയേക്കാൾ ഉയർന്ന പദവി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയേക്കാൾ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് പടം എടുത്തത്. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് നിർണായകമായ ബന്ധത്തെക്കുറിച്ച് കൂടി പോകണം. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് ഫായിസ് തുറന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. പിടിയിലായ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടെന്ന ആരോപണം നിഷേധിക്കാതെ ഫായിസ്. താങ്കൾ കുടുങ്ങി, ഇൻവേർട്ടർ കുടുങ്ങി എന്ന് ഉദ്ദേശിക്കും, താങ്കളുടെ പേര് പറഞ്ഞു എന്ന് താങ്കൾക്ക് വിവരം കിട്ടുന്നു. താങ്കൾ ബാംഗ്ലൂര്, ഡൽഹിയിൽ പോകുന്ന സമയത്ത് താങ്കൾ നിരവധി പേരെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ പോലും താങ്കൾ ബന്ധപ്പെട്ടില്ല. അത് ശുദ്ധ കള്ള. ആ സമയത്ത് ഞാൻ എന്റെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. ആരുടെ ഫോൺ യൂസ് ചെയ്തത്? അതോ ചോദിക്കും. നിങ്ങളിപ്പം ആരുടെ ഫോൺ യൂസ് ചെയ്ത് ആരാണ് വിളിച്ചത്? അതാണ് പറഞ്ഞത്. എന്റെ ഫോൺ കോൾ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. താങ്കൾക്ക് വേണ്ടി ആര് വിളിച്ചു? താങ്കൾ ആരുടെ ഫോണിൽ വിളിച്ചു? എനിക്ക് വേണ്ടി ആരും വിളിച്ചില്ല. താങ്കൾ ആരുടെ ഫോണിൽ വിളിച്ചു? ഞാൻ ആരുടെ ഫോണിൽ വിളിച്ചില്ല. നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് ഫേസ്, താങ്കൾ നമ്മളിപ്പോ ഒരു സാമാന്യ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും കോമൺ സെൻസ് ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്, താങ്കളൊരു അപകടത്തിൽപ്പെട്ടത് ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ പ്രതിയോ ആരോപിതനോ കളങ്കിതനോ ആരുമായിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലത്തെ ഒരു കേസ് പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ CBI നിങ്ങളെ സുഹൃത്ത് പറഞ്ഞു,
നിങ്ങൾ ആ സുഹൃത്തിനോട് ചോദിക്കുക ആ ഉന്നതന്മാർ ആരൊക്കെയാണ്, അവരാരൊക്കെയാണ്. താങ്കൾ അവർ പറയട്ടെ. നിഷേധിക്കുന്നില്ല. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ താങ്കൾ നിഷേധിച്ചില്ല. ഞാൻ നിങ്ങൾ വീണ്ടും താങ്കൾ നിഷേധിച്ചില്ല. താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ വിളിച്ചില്ല. ഒരു ഉന്നതനെ ഫായിസ് താങ്കൾ വിളിച്ചവരുടെ പേരുകൾ ഞാൻ പറയും, പക്ഷെ താങ്കൾ നിഷേധിക്കില്ല. എന്താ കാരണം അറിയോ? ആ നമ്പറുകളുണ്ട്. രണ്ട്, നിങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായി, അതായത് ഫേസ് പറഞ്ഞ വ്യക്തമായി, അതായത് ഇങ്ങനെ വിളിച്ച സമയത്ത് അവർക്ക് സഹായിക്കാൻ പറ്റാതെ വന്നതിൽ താങ്കൾക്ക് മനസ്താപമില്ല. ആ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും അവർക്ക് സഹായിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും എൻ്റെ അനുഭവിക്കേണ്ടതൊക്കെ ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കും. യെസ്, ഒരു ആത്മകഥം തന്നെയാണ് ശ്രീ അജിത്ത് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും തന്നെ സഹായിച്ചിട്ടുള്ള താൻ തിരിച്ചും സഹായം ചെയ്തിട്ടുള്ള വ്യക്തികൾ വേണ്ടപ്പെട്ട വളരെ നിർണായകമായ താൻ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ താൻ വിളിച്ചപ്പോൾ അത് ആ രീതിയിൽ ആ അർത്ഥത്തിൽ ചെവിക്കൊണ്ടില്ല. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജിക്കുമോനും ഒപ്പം തന്നെ ഫായിസും തമ്മിലുള്ള ബന്ധങ്ങളുടെ കഥയൊക്കെ താങ്കൾക്ക് അറിയുമായിരിക്കും. ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഫായിസ് ഇവിടെ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം, അദ്ദേഹം കാര്യം നിഷേധിക്കുന്നില്ല, ഒരു കാര്യങ്ങളും നിഷേധിക്കുന്നില്ല. ഒരു പക്ഷേ ഈ തലശ്ശേരിക്കാരനായ ശ്രീ ഫൈസിന് ഇപ്പോൾ അല്ല അതിനു മുമ്പ് ഞാൻ മുമ്പ് നേരത്തെ നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു പക്ഷേ ഫൈസിന് പിന്നെ ഈ പറഞ്ഞ ശ്രീ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയോട് ഉള്ളതിനേക്കാളും കൂടുതൽ ബന്ധം തലശ്ശേരിക്കാരനായ ഒരു മുൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് പോലും ആയിരിക്കും. അത് CPM-ലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് ഫൈസിനുള്ള അതേക്കുറിച്ച് അദ്ദേഹം ഇവിടെ ഒരു കാര്യം ആ മനുഷ്യൻ പറഞ്ഞ സത്യസന്ധമായിട്ട് വിശ്വസിക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പരിഹാരം കഴിക്കുന്നവരെല്ലാം വിശ്വസിക്കും. ഒരു വല്ലാത്തൊരു ക്രൈസിസിൽ പെട്ട് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുമ്പോ അപ്പൊ ഈ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി ചക്രശ്വാസം ഭരിക്കുമ്പോ ആരെയും വിളിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വരെ വിളിക്കാൻ തോന്നിയിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കോഫി പോസ നിയമത്തിൽ പോലും വിധേയനായിട്ട് അതിൽ കരുതത്തണൽ കഴിയാനായിട്ട് പോകുന്ന പിടിക്കപ്പെടാനിരിക്കുന്ന വ്യക്തി വിളിക്കുമ്പോൾ ഡെസ്പറേറ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ഒരുപക്ഷെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് മറുപടി കൊടുക്കാൻ മുൻപും അടക്കം വിളിച്ചതിന്റെ സമയക്കുറവുകൊണ്ടാണ്. അങ്ങനെ കണ്ടാൽ മതിയോ? അതിനെ ചെറിയ ഒരു ലാഘവത്തോടു കൂടി ആ ഘട്ടത്തിൽ വിളിച്ചു പോകും എന്ന നിരീക്ഷണമാണോ വേണ്ടത്? അല്ല, ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിളിക്കാൻ കണക്കുള്ള ഒരു ബന്ധമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. അതെ, ഞാൻ സൂചിപ്പിച്ചു, ഞാൻ വരാൻ പോകുന്ന പോയിന്റ് വിളിച്ചോ ഇല്ല എന്നുള്ളതല്ല, വിളിച്ചു എന്ന് അദ്ദേഹം സമ്മതിച്ചു. ആ കേവലം റോഡിൽ വെച്ചൊരു ഫോട്ടോ എടുത്ത ഒരാളിനോട് ഞാൻ കള്ളക്കടത്ത് കേസിൽ പിടിക്കുമ്പോഴേക്കും ഞാൻ വിളിക്കുകയില്ല. എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്ന, എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പ്രതീക്ഷിക്കാവുന്ന ഒരാളിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം മുഖ്യമന്ത്രിയും ഇല്ലെങ്കിൽ ഇന്നത്തെ ആഭ്യന്തര ഉപമന്ത്രി അന്നത്തെ KPCC പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഫയാസിനുണ്ട് എന്നുള്ള അദ്ദേഹം സമ്മതിച്ചിരിക്കുക. ആ വിളിയിൽ, ആ ബന്ധത്തിലാണ് നമ്മുടെ ആശങ്ക. CBI ഒരുപക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ഉൾപ്പെടെ പുറത്തു വരും. അതോടൊപ്പം തന്നെ അയത്തോടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറയാം. പ്രതിപക്ഷത്തിലുള്ള പല നേതാക്കന്മാരും അവരുടെ മക്കളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതും അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. തീർച്ചയായും BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇല്ല എന്നുള്ള ആശ്വാസം ശ്രീ രാജേഷിനുണ്ട്. സോളാർ കേസ് അടക്കം കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു വലിയ സംഭവമായി ഒരു വലിയ അത്രത്തോളം ഇതിന്റെ സാധ്യതകൾ, നിയമ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കാന്നോ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അടക്കം നമ്മൾ ചിന്തിച്ചാൽ? ഫായിസിനെ പോലെ തെളിയിക്കപ്പെട്ട ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ വല്ലാതെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് ഉമ്മൻചാണ്ടിക്കാണ്. സരിതയുടെ 23 പേജ് കത്ത് കാണുമ്പോൾ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന ക്ലിഫ് ഹൗസിനാണ്. അത് പിന്നെ സലീമിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ആവർത്തിച്ച് ക്രിമിനൽ പ്രവർത്തനം സലീം നടത്തിയല്ലോ, അദ്ദേഹത്തിൻ്റെ വിശ്വസനായിരുന്നുകൊണ്ട്. ആ നിലയ്ക്ക് എവിടെയൊക്കെ കൊള്ള നടക്കുന്നുവോ, എവിടെയൊക്കെ ക്രിമിനൽ അപരാധങ്ങൾ നടക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു നീരാളിക്കൈ കൃത്യമായും ക്ലിഫ് ഹൗസിലേക്ക് നീങ്ങുന്ന ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ജീവിക്കുന്നത്. ഈ ഫൈസ് ആകസ്മികമായി ഫോട്ടോ എടുത്തതാകാം, ആകസ്മികമായി ആ ഘട്ടത്തിൽ വിളിച്ചതാകാം തുടങ്ങിയ ന്യായീകരണങ്ങൾക്ക് എന്ത് അല്ല, ആപൽ ബാന്ധവരായി ഇവരെ കാണുന്നു, അതുകൊണ്ടല്ലേ വിളിക്കുന്നത്. വിളിക്കാത്ത ആൾ ഇപ്പം കോടിയേരിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി കോടിയേരിയുടെ കാര്യത്തിൽ അന്ന് അതേ സംബന്ധിച്ച് അജിത്തിന് അങ്ങനെ അജിത്തിന് ഉന്നയിക്കാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ആ പേരൊന്നും ആ സമയത്ത് പോലും ഉയർന്നു കേട്ടിരുന്നില്ല. അപ്പം പ്രത്യേകിച്ച് LDF-ന്റെ നേതാക്കളുടെ ഒന്നും പേര് ഇദ്ദേഹത്തിനൊപ്പം ഒരു കാലഘട്ടത്തിൽ പത്രങ്ങളിൽ വന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല. തീർച്ചയായും പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ മക്കൾക്ക് ബന്ധമുണ്ടോ അതും അങ്ങനെ വന്നിരുന്നില്ല. ആ അർത്ഥത്തിലും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ വ്യക്തമാണ്. എന്തായാലും 5 ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചു. ജോൺ ഫായിസ് നടത്തിയ അഭിമുഖത്തിൻ്റെ നിർണായക ഘട്ടങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, അയാളുടെ ജീവിതത്തിലെ, ഫായിസിൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ, കടന്നുപോയ വഴികൾ അടക്കമാണ് നമ്മൾ പരിശോധിച്ചത്.